അഞ്ചല്ല 50 വർഷം ഉപകരണം വയറ്റിൽ കിടന്നാലും കുഴപ്പമില്ലെന്നായിരുന്നു ഉഷയുടെ കുടുംബം ഉന്നയിച്ച ആരോപണം തള്ളി ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങൾ പരിശോധിക്കുന്ന സംവിധാനം സർക്കാർ ആശുപത്രികളിൽ ഇല്ലെന്ന വിചിത്ര ന്യായവും ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായി. ചികിത്സാപ്പിഴ ഉണ്ടായെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർ സമ്മതിച്ചു. പ്രതികരണങ്ങളിലേക്ക്. ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല, വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. എല്ലാത്തിനും ഡോക്ടർമാരെ എളുപ്പം കുറ്റം പറയാം. പക്ഷേ ഒരു സിസ്റ്റം ഉണ്ട്, കത്രി ഇൻസ്ട്രുമെന്റ് ചെക്ക് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ട്. അത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ആ സിസ്റ്റം ഇല്ല. അതായത് ലളിതാംബിക മാഡത്തിന്റെ യൂണിറ്റിലാണ്, പക്ഷേ ആ യൂണിറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നേതൃത്വത്തിലാണ് ഈ സർജറി നടന്നത്. ഡോക്ടർ ഷാഹിദ. കുറ്റക്കാർക്കെതിരെ ദാക്ഷിണ്യമില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഉഷയുടെ കുടുംബത്തെ അറിയിച്ചു. 5 വർഷം കത്രിക വയറ്റിൽ വെച്ച് നടന്ന സ്ത്രീയോട് കരുണ കാണിക്കാത്ത ക്രൂരന്മാരുടെ സർക്കാരാണ് LDF-ന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഞ്ഞടിച്ചു. ഇവർ സമ്മതിക്കോ? സ്വന്തം അനുഭവത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഈ പറയുന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ഈ പ്രശ്നം ഉണ്ടായാൽ സമ്മതിക്കോ? അതിന് അനുവദിക്കോ? എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അപ്പോ സാധാരണക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊസീജിയേഴ്സിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. പാലക്കാട് ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു. ആശുപത്രിയുടെ അനാസ്ഥകാരുടെ കൈ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു. അതിനൊരു പകരം കൈ കൊടുക്കാനുള്ള മനസാക്ഷിയില്ലാത്ത ക്രൂരന്മാരുടെ സർക്കാരാണിത്. അല്ല, സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നില്ല. 2021 മെയ് 3 വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗർഭപാത്രം നീക്കം ചെയ്ത ശസ്ത്രക്രിയയ്ക്കാണ് ഉഷ വിധേയയായത്. കോവിഡ് നിയന്ത്രണ കാലമായതിനാൽ കൂട്ടിരിപ്പുകാർ ഉഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞതു മുതൽ ഉഷയ്ക്ക് വയറുവേദന പതിവായി. ഡോക്ടർമാരെ മാറി മാറി കണ്ടെങ്കിലും മൂത്രത്തിൽ കല്ലാണെന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാണ് ഉഷ പറയുന്നത്. അത് മാറാനുള്ള മരുന്ന് കഴിച്ചു. വേദന അപ്പോഴും തുടർന്നു. ഒരാഴ്ചയായി മൂത്രത്തിലൂടെ രക്തം വന്നതോടെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച യൂറോളജി ഡോക്ടറെ കണ്ടു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ പരിശോധനയിൽ വയറിൽ കണ്ടെത്തിയത് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച കത്രികയാണ്. എക്സ്റേ റിപ്പോർട്ടുമായി മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗത്തിൽ എത്തി. ഗുളിക നൽകി ഈ മാസം 23 ശസ്ത്രക്രിയയ്ക്ക് വരാൻ നിർദ്ദേശിച്ച് ഉഷയെ മടക്കി അയച്ചു. ഇതേ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താൻ ധൈര്യമില്ലാത്തതിനാൽ അമൃത ആശുപത്രിയിലേക്ക് ശസ്ത്രക്രിയയ്ക്ക് പോകാനും തീരുമാനിച്ചു. 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷിനയുടെ 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയ നടന്നത് നമ്മൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഹർഷിനയ്ക്ക് വിട്ടുമാറാത്ത കഠിനമായ വയറുവേദനയും അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടായി. പലതവണ ചികിത്സ തേടിയെങ്കിലും വേദനയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താനായില്ല. 2022 സ്വകാര്യ ആശുപത്രിയിലെ സ്കാനിങ്ങിലാണ് വയറ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച കത്രിക കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജിന് വീഴ്ച പറ്റിയെന്ന് തെളിയിക്കാൻ ഹർഷിനയ്ക്ക് നടത്തേണ്ടി വന്നത് വലിയ പോരാട്ടമാണ്. നീതിക്കായി പോരാടിയ ഹർഷിനയ്ക്ക് പ്രഖ്യാപിച്ചത് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിരുന്നു. ഇത് ഹർഷിന നിഷേധിക്കുകയും ചെയ്തു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ച സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചർച്ചയായത്. ഇതേ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ മറ്റൊരു യുവതിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഈ 2 കേസുകളിലും ആരോപണം ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ വൈകിയ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടതായും വന്നു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ ഗൈഡ് വയർ മറന്നുവച്ചു. താമരശ്ശേരിയിൽ പനി ബാധിച്ച 9 വയസ്സുകാരിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപണമുണ്ടായി. SAT ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ അണുബാധയേറ്റ് യുവതി മരിച്ച സംഭവമുണ്ടായി. വയനാട് മെഡിക്കൽ കോളേജിൽ പ്രസവം കഴിഞ്ഞ യുവതിയുടെ ശരീരത്തിൽ നിന്ന് കോട്ടൺ തുണി പുറത്ത് എടുക്കുന്ന സാഹചര്യവുമുണ്ടായി. ഇതൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ കാര്യം പറയുമ്പോൾ ഈ പൊതുജനാരോഗ്യ മേഖല, അതായത് ഗവൺമെൻറ് സെക്ടറിലുള്ള ആശുപത്രികളിലെല്ലാം ആണ് ഈ കുഴപ്പം എന്ന മട്ടിൽ പറഞ്ഞു പോകുന്നു എന്നുള്ള വിമർശനം പലപ്പോഴും ഉയരാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെയാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്നത്. അവിടെ പ്രശ്നമുണ്ടാകുന്നു. അതോടൊപ്പം സ്വകാര്യ ആശുപത്രികളിലെ എല്ലാ പ്രശ്നങ്ങളും അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ എല്ലാം ഒരുമിച്ച് പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? ഇതിൻ്റെ നിയന്ത്രണം സർക്കാരിനായതുകൊണ്ടാണ്. അപ്പോൾ ഈ വിമർശനങ്ങളും ഈ ഇത്തരം പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോൾ ആ മട്ടിൽ വിമർശിക്കുകയല്ല, ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കാണുകയാണ് വേണ്ടതല്ലേ? നിശ്ചയമായിട്ടും ഇതിനകത്ത് ഇന്ന് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു ദിവസമാണ്. എന്നാൽ വളരെ ആശ്വാസം ഉണ്ടാക്കിയ ഒരു ദിവസമാണ് എനിക്കിത്. ഈ ഞെട്ടൽ സത്യം പറഞ്ഞാൽ ഈ അവരനുഭവിച്ച വേദനയുടെ വലുപ്പത്തെക്കുറിച്ച് ഓർത്ത്
ഈ ഇങ്ങനെ വയറ്റിനകത്ത് കത്രികയൊക്കെ കുടുങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഈ എക്സ്റേ ദൃശ്യം കാണുമ്പോൾ നമ്മൾ ബേജാറായി പോകും. അപ്പോൾ ആ ഒരു ഞെട്ടലുണ്ട്. അതിനേക്കാൾ കൂടുതൽ വലിയ ഞെട്ടലായത് ഈ ലളിതാംബിക ഡോക്ടർ പറഞ്ഞ വർത്തമാനം കേട്ടപ്പോഴാണ്. അതെല്ലാവരും പറഞ്ഞു, മിനിസ്റ്റർ അടക്കം എല്ലാവരും പറഞ്ഞു. അപ്പോൾ നമ്മുടെ സംവിധാനത്തിൻ്റെ, ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഇൻസെൻസിറ്റീവായിട്ടുള്ള ആളുകൾ, ആളുകളാകെ, ആ ഡോക്ടർ ആകെപ്പാടെ ഇൻസെൻസിറ്റീവ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ഇത്തരം നിർണായകമായ സന്ദർഭത്തിൽ വർത്തമാനം പറയുമ്പോൾ ഇൻസെൻസിറ്റിവിറ്റി കയറി വരുന്ന ആളുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അവർ പറഞ്ഞതായിരിക്കും ഒരുപക്ഷെ ഒരു ആരോഗ്യപരമായിട്ടല്ലേ, അവർ ഡോക്ടറാണല്ലോ, വളരെ മുതിർന്നൊരു ഡോക്ടറാണ്, ഒരുപാട് ശസ്ത്രക്രിയകൾ നടത്തിയ ആളായിരിക്കും, റിട്ടയറായ ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്ന് അവരെന്തെങ്കിലും ഒരു വൈദ്യശാസ്ത്രപരമായിട്ടുള്ള അവരുടെ അറിവിൻ്റെ മേൽ പറഞ്ഞായിരിക്കും. പക്ഷേ അത് നമ്മുടെ വയറ്റിനകത്തൊരു ഇവർ മറന്നു വെച്ചൊരു കത്രിക ഉണ്ടായിരിക്കെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, 50 കൊല്ലം അവിടെ കിടന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന വർത്തമാനത്തിലെ ആ ഇൻസെൻസിറ്റിവിറ്റിയുടെ വലുപ്പം, ആ ഒരു ഔചിത്യമില്ലായ്മയുടെ വലുപ്പം ഹിമാലയത്തോളം വരും. അത് അവർക്ക് ഇനിയെങ്കിലും മനസ്സിലായി, ഇപ്പോൾ ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയത്. രണ്ടാമത്തേത് ആശ്വാസം. യഥാർത്ഥത്തിൽ ഇവരുടെ ഈ സ്ത്രീയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അറിഞ്ഞതുകൊണ്ടാണ്. അതായത് അവരെ ഒടുവിൽ ഇത് കണ്ടെത്തിയല്ലോ, 5 വർഷം അവർ വയറ്റിലിട്ട് കൊണ്ടു നടന്നു. ഇപ്പോൾ അത് കണ്ടെത്തി, ഈ ബുദ്ധിമുട്ട് കണ്ടെത്തി, ഉടനടി അതിന്മേൽ നടപടി ഉണ്ടാവുകയാണ്. നാളെ അമൃത ആശുപത്രിയിൽ സർജറി നടത്തിയിട്ട് അത് നീക്കും. അപ്പോൾ അവർ കരയുന്ന ദൃശ്യം കാണുമ്പോൾ എനിക്ക് നമ്മുടെയൊക്കെ വീട്ടിലെ സ്ത്രീകളെ പോലെ ഇത്തരം സാധാരണമായിട്ടുള്ള വീടുകളിൽ നിന്ന്, തൊഴിലുറപ്പ് തൊഴിലാളിയൊക്കെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടത്. അപ്പോൾ സാധാരണമായ വീടുകളിൽ നിന്ന് വരുന്ന ആളുകൾ, അവർക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു, സർജറിക്ക് പോകുന്നു, സർജറി കഴിയുന്നു, പിന്നീട് ചെറിയ വേദനയൊക്കെ വന്നാൽ, പ്രത്യേകിച്ചും ഈ പ്രായത്തിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ചെറിയ ചെറിയ വേദനകൾ കണ്ടാൽ ഒരു വിധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ല. ഇനി പുറത്ത് പറഞ്ഞാലും ഒന്ന് ഡോക്ടറെ പോയി കാണും, വല്ല മരുന്നും കഴിച്ച് തിരിച്ചു വരും. അങ്ങനെ 5 വർഷം അവർ തള്ളി നീക്കി. അപ്പോൾ അതേതായാലും അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ അത് കണ്ടെത്തി അത് റിമൂവ് ചെയ്യുകയാണ് എന്നത്. അതിൻ്റെ സർക്കാർ തന്നെ അതിൻ്റെ മറ്റു തുടർ നടപടികളും ചികിത്സയും ഒക്കെ അതിൻ്റെ ചെലവും എല്ലാം വഹിക്കുന്നത് അങ്ങേയറ്റം നല്ല കാര്യമാണ്. മന്ത്രി അവരുടെ മകനെ വിളിച്ചു. അത്തരം കാര്യങ്ങളെല്ലാം വളരെ വളരെ നന്നായിട്ട് എനിക്ക് ആശ്വാസകരമായിട്ട് തോന്നി. നമ്മുടെ തന്നെ ഒരു ഭാരം, അത് കണ്ടിട്ടുണ്ടായ ബേജാറ് അങ്ങ് ഒഴിഞ്ഞു പോകുന്നത് പോലെയാണ്. നാളെ അത് നടക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ആശ്വാസമുള്ളത്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇത് നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് തുടരെ കുറേയേറെ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ആകെപ്പാടെ പിശകാണേ എന്നിങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറേയൊക്കെ ആളുകൾക്ക് ഒരു ടെൻഷൻ ആവുകയും ചെയ്യും, ഇനി അങ്ങോട്ടേക്ക് പോകാമോ എന്ന്. പക്ഷേ അത് മാറ്റേണ്ടത് നമ്മൾ ഈ കേരളത്തെ സാഗൂതം ശ്രദ്ധിക്കുകയും കുറെ കൂടെ മെച്ചപ്പെട്ട തരത്തിൽ കാര്യങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ ദിവസം പോലും ചെയ്യേണ്ടുന്നൊരു ദൗത്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വെളുപ്പിക്കുകയല്ലേ, മറ്റതിലെ മറിച്ചല്ലേ എന്നൊക്കെ ആൾക്കാരൊക്കെ പറയും. പക്ഷേ നമ്മുടെ ദൗത്യം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തെ മികച്ച തോതിൽ മുന്നോട്ട് പോകാൻ, അതിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളെ പാവപ്പെട്ടവർക്ക് അനുകൂലമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രവാഹത്തെ ഒന്നുകൂടെ ത്വരിതപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്നും ചെയ്യേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പിഴവുള്ളതല്ല, അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് കുഴപ്പമുള്ളതല്ല എന്ന് പറയലാണ്. ഈ സിസ്റ്റത്തിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഈ സെൻസിറ്റീവ് അല്ലാത്ത ആളുകൾ സർജറി ചെയ്യുന്നിടത്തുണ്ട്, അതേക്കുറിച്ച് സംസാരിക്കുന്നിടത്തുണ്ട്, അത് നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ സംവിധാനം മികച്ചതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അത് പാവങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ ഈ ചെറിയ രോഗങ്ങൾ വരുമ്പോൾ ഇവിടെ നമ്മുടെ ഈ മരടും നമ്മുടെ ഈ റോഡിന് അപ്പുറത്തുമൊക്കെയുള്ള നമ്മുടെ PHCകളിൽ പോകുന്ന ആളാണ്. വല്ല ജലദോഷമോ പനിയൊക്കെ വന്നാൽ ഞാൻ അവിടെ പോയിട്ടാണ് മരുന്ന് വാങ്ങും. ഇവിടെ നേരെ വണ്ടി എടുത്ത് അവിടെ പോയെത്താം. അവിടെ ചെന്നാൽ ക്യൂ ഉണ്ടാവും ആളുകളിൽ. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമ്മുടെ ഏറ്റവും താഴെ തട്ടിലെ ആശുപത്രികൾ പോലും നടക്കുക. അവിടെ ക്യൂ നിന്നാൽ നമ്മൾ സമയത്ത് അവരുടെ മുന്നിലെത്തും. 1 രൂപ പൈസ കൊടുത്താൽ, 1 രൂപയുടെ ഒരു കോയിൻ എടുത്തിട്ട് അവിടെ കൊടുത്താൽ മതി. 1 രൂപ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ സംവിധാനങ്ങൾക്കകത്ത് നിന്ന് ചികിത്സ കിട്ടാൻ വേണ്ടൂ. അത് നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടാകും, പാവപ്പെട്ട വീട്ടിലെ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഉണ്ടാവും. ക്യൂ നിൽക്കുന്നു, അവിടെ പോകുന്നു, നല്ല ഡോക്ടർമാർ അവിടെ ഇരിക്കുന്നുണ്ടാവും, ചികിത്സയുണ്ടാവും, മരുന്ന് സൗജന്യമാണ്. ഇപ്പോൾ തന്നെ അല്പം മുമ്പ് വീണ ജോർജ് എന്നോട് ഫയറിൽ സംസാരിച്ചു. അപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. അതായത് ഇവിടെ ഒരു സംവിധാനമില്ല, ഒരു മെഷീൻ ഇല്ല, ഒരു ഉപകരണമില്ല എന്ന് ഹാരിസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം അതാണ്. അതായത് ആ ഉപകരണം പ്രൈവറ്റ് ആശുപത്രികളിൽ ഇൻഡിവിജ്വലി വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ബില്ലിൻ്റെ കൂടെ എഴുതുന്ന സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടുന്ന സാധനമാണ്, ഉപകരണമാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ സർക്കാർ ആശുപത്രികൾക്കകത്ത് നമ്മുടെ സർക്കാർ ഫ്രീ ആയിട്ട് നൽകുന്നത്. ഞാൻ പറയുന്നത് ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ആകെ മേന്മ എന്ന് ഞാൻ പറയുന്നില്ല. അത് അവകാശപ്പെടാവുന്നത് ഇടതുപക്ഷത്തിലും UDF-നും ഒക്കെ ഉണ്ട്. നമ്മുടെ നിരന്തരമായിട്ടുള്ള ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പരസ്പരം എതിർത്തും വിയോജിച്ചും സമരം ചെയ്തുമൊക്കെ ഇരു മുന്നണികളും മാറി മാറി വന്നതിൽ ഏറ്റവും നന്നായിട്ട് ഞങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്ന ആളുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത തവണ UDF സർക്കാരാണ് വരുന്നതെങ്കിൽ അവരിതിനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോട്ടെ. അങ്ങനെ ഉള്ളൊരു മെച്ചപ്പെട്ട ബോധ്യമാണ് നാട്ടുകാർക്കുള്ളിൽ ഈ പൊതു ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് ഉണ്ടാകേണ്ടത്. അല്ലാതെ മറിച്ച് ഇതാകെപ്പാടെ തകർന്ന സംവിധാനമാണ് എന്ന തോന്നലല്ല ഉണ്ടാകേണ്ടത്. നിശ്ചയമായിട്ടും ഈ മെഡിക്കൽ കോളേജ്
ആശുപത്രികളിൽ നടക്കുന്ന സർജറികളൊക്കെ മികച്ച തോതിൽ നടക്കുന്നുണ്ടെന്ന് കാണണം. ഇത് കോവിഡ് നടക്കുമ്പോൾ പോലും, കോവിഡിൻ്റെ അങ്ങേയറ്റത്തെ എക്സ്ട്രീമായുള്ള സംഗതികൾ നടക്കുമ്പോൾ പോലും ഇവിടെ സർജറികൾ നടക്കുന്നുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചന നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പലയിടങ്ങളിലും ആളുകൾ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിലും മറ്റും എന്ന് നമുക്കറിയാം. അതിവിടെ അപ്പോഴും സർജറി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹർഷനയുടെ കാര്യത്തിൽ നമ്മൾ കൊടുത്ത വിവരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചേഞ്ച് ഉള്ളത് നേരത്തെ ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടത്. 2017 ഒരു സർജറി നടന്നിട്ടുണ്ട് ഹർഷനക്ക്, പക്ഷേ 2014 ഒരു സർജറി നടന്നിട്ടുണ്ടായിരുന്നത്രേ. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ ആരോഗ്യമന്ത്രിയോട് അവർ പറഞ്ഞത് 2014 നടന്ന സർജറിയുടേതാകാനും മതി ഈ മറന്നു വെച്ച കത്രിക എന്നാണ്. അപ്പോൾ പക്ഷേ മിനിസ്റ്റർ പറയുന്നത്, ഞാൻ പക്ഷേ വിശ്വസിക്കുന്നത് ഹർഷനെയാണ്. ഹർഷന പറഞ്ഞത് 2017 മറന്നു വെച്ചതാണ്, ആ സർജറിയിലാണ് ഉണ്ടായത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ സർക്കാരാണ് ഇത് കണ്ടെത്തിയത്, അക്കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ കാര്യങ്ങളിൽ ഈ വീണ ജോർജിൻ്റെ ഒരു സംഭവമായിട്ട് ഒരു നെഗറ്റീവ് സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ അവർ വല്ലാത്ത തോതിൽ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പാടുപെടുന്നതായിട്ട് കാണാറുണ്ട്. അതൊരു പക്ഷേ രാഷ്ട്രീയമായിട്ട് അത്രമാത്രം സെൻസിറ്റീവായിട്ടുള്ള കാര്യമായതുകൊണ്ടും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അത്രമേൽ വിശ്വാസമുള്ളത് കൊണ്ടും ആയിരിക്കണം. പക്ഷേ അതിനുവേണ്ടി ചെലവഴിക്കുന്ന അധ്വാനം ഒരല്പം കുറച്ചിട്ട് ഈ സംവിധാനങ്ങൾക്കകത്ത് പിഴവുകളുണ്ടോ, ഇവർ വിമർശിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ഇതൊക്കെ ആവർത്തിക്കാതിരിക്കാനായിട്ട് അവർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ കുറെ കൂടെ ശക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്ക് സംബന്ധിച്ചുള്ളൂ. എതിരഭിപ്രായമായിട്ട് ബാക്കി ഇത്തരം സംഭവങ്ങളടക്കം നമ്മുടെ സംവിധാനങ്ങൾ പെർഫെക്റ്റ് ആണ്. കാരണം ഇത് ബഹളം ഉണ്ടാകുന്നു, പ്രശ്നം ഉണ്ടാകുന്നു, അപ്പം തന്നെ പരിഹാര നടപടികൾ വരുന്നു. നമ്മുടെ പ്രതിപക്ഷ സംവിധാനങ്ങൾ ആകെ ഉണരുന്നു, നമ്മുടെ മാധ്യമ സംവിധാനങ്ങൾ ആകെ ഉണരുന്നു. ഇന്നിപ്പോൾ അവിടെ സമരം നടന്നത് പോലും, ഹർഷ ഇത് പറഞ്ഞാൽ നിർത്താം, ഇന്ന് അവിടെ സമരം നടന്നത് പോലും ഈ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഉത്തരവാദിത്തം തെളിയിക്കുന്ന സംഭവമായിരുന്നു. അതായത് അവിടെ വന്നിട്ട് വാർത്താസമ്മേളനം നടക്കുകയാണ്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വന്ന് വാർത്താസമ്മേളനം നടത്തുകയാണ്. അദ്ദേഹം പറയേണ്ടതെല്ലാം പറഞ്ഞു തീർന്നു. മാധ്യമപ്രവർത്തകർ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു, ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. അങ്ങനെ ചോദ്യങ്ങളെല്ലാം പ്രകടമായിട്ടും ഉന്നയിക്കേണ്ടത് മനുഷ്യർക്ക് മനസ്സിലാവേണ്ടതെല്ലാം കഴിഞ്ഞപ്പോഴാണ് കൃത്യം ആ സമയത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സമരമായിട്ട് വന്നത്. പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അവിടെ നടക്കേണ്ടുന്ന, നാട്ടുകാർക്ക് അറിയേണ്ടുന്ന വസ്തുതകൾ വിതരണം ചെയ്യുന്നതിനെ, സൂപ്രണ്ട് കാര്യങ്ങൾ പറയുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തില്ല, അവിടെ സമരം നടത്തി. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷം പോലും ആ ഗൗരവം കാണിക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊള്ളാവുന്നൊരു നാട്ടിലാണ് ജീവിക്കുന്നത് എന്നതിനെ തള്ളിക്കളയാതെ ഈ കാര്യങ്ങളിൽ പരസ്പരം ഉരഞ്ഞും പിടിച്ചും എന്നാൽ പരസ്പരം ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ളൊരു മറ്റൊരു തെളിവായിട്ട് എനിക്ക് ഈ ഓരോ കാര്യങ്ങളും ആ മട്ടിൽ ചർച്ച ചെയ്യുന്നത് കൊണ്ടും അത് അപ്പോൾ തിരുത്തണമെന്ന് പ്രതിപക്ഷമടക്കം മാധ്യമങ്ങളടക്കം നിരന്തരം ആവശ്യപ്പെടുന്നതും കൊണ്ടുകൂടിയാണ് ഈ കൊള്ളാവുന്ന ഒരു പ്രദേശമായി കേരളം മാറിയിട്ടുള്ളത്. ഇപ്പോൾ നെടുമങ്ങാട്ടെ കാര്യം പറഞ്ഞു, ഒരു ശിശു ജനിച്ച ഉടനെ തന്നെ മരിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി. അത് ചികിത്സാ പിഴവാണ് എന്നുള്ളതും നോട്ടക്കുറവാണ് എന്നുള്ളതുമാണ് ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ, അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ നടക്കേണ്ടതുണ്ട്. അതുകൂടി സംഭവിക്കുന്നത് കൊണ്ടാണ് കേരളം അമേരിക്കയേക്കാൾ മുന്നിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ നിൽക്കുന്നത്. അതായത് കേരളം അങ്ങനെ ഒരു സ്ഥലമാണ്. അവിടെ നടക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഓരോ മരണങ്ങൾ പോലും എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെയും സംഭവിച്ചിരിക്കുന്ന അതാണ്. സ്വകാര്യ ആശുപത്രികൾക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഹെൽത്ത് സെക്ടറിൽ അല്ലാത്ത അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സൊക്കെ വന്നിട്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ വൻതോതിൽ പണം മുടക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഈ ആശുപത്രികളിലെ എല്ലാം ഇനി ചികിത്സാ ചെലവ് ഏത് തലത്തിലേക്കാണ് എത്താൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായി, ഏറ്റവും ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന തരത്തിൽ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. ആ ചികിത്സാ ചെലവിനെ നിയന്ത്രിച്ച് നിർത്താനും ആളുകൾക്ക് വിശ്വാസത്തോടെ സമീപിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഈ സർക്കാർ നടപ്പാക്കിയെടുക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് തന്നെ ഇപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ അത് തുടരേണ്ടതുമുണ്ട്. അതുകൊണ്ട് ഇത്തരം ഓരോ സംഭവങ്ങളും മാധ്യമങ്ങൾ ചോദ്യം ചെയ്യണം, പ്രതിപക്ഷം ചോദ്യം ചെയ്യണം. ഈ നിലയ്ക്ക് തിരുത്തി സർക്കാർ മുന്നോട്ട് പോവുകയും വേണം. രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം എന്നത് നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ്. സുശക്തമായ വികേന്ദ്രീകൃത ആരോഗ്യ സംവിധാനമാണ് അതിൻ്റെ അടിത്തറ. അതിന്മേൽ കരിനിഴൽ വീഴ്ത്തും വിധം ആരുടെ ഭാഗത്തു നിന്ന് പിഴവുണ്ടായാലും കടുത്ത നടപടി ഉണ്ടാകണം. ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. ഒരാൾ പോലും കൃത്യമായ ചികിത്സ ലഭിക്കാതെ നീതികേട് അനുഭവിക്കേണ്ടി വരരുത്. മനുഷ്യജീവന് വില കൽപ്പിക്കാതെയുള്ള ഉദാസീന ന്യായീകരണങ്ങളെ റദ്ദ് ചെയ്യണം. അതാണ് ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെ വിജയം. മെഡിക്കൽ നെഗ്ലിജൻസും മെഡിക്കൽ കോംപ്ലിക്കേഷനും രണ്ടായി തന്നെ കാണണമെന്ന ഡോക്ടർമാരുടെ നിലപാടിനെ പൂർണ്ണമായും അനുകൂലിക്കുന്നു. അപ്പോഴും അടുത്തിടെ കേരളത്തിൽ ഉയർന്ന ചികിത്സാ പിഴവ് ആരോപണങ്ങളിലേറെയും മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഉദാഹരണങ്ങളായിരുന്നു എന്നത് അവഗണിക്കാനാകാത്ത യാഥാർത്ഥ്യമാണെന്ന് പറയാതെ പോകാനും കഴിയില്ല.